ബദറിൽ തമ്പടിച്ച ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും എന്ത് ചെയ്തെന്നറിയുമോ? അന്ന് രാത്രി വന്ന് തമ്പടിച്ചതിന് ശേഷം എന്താണ് ഖുറൈശികളുടെ അടുക്കലുള്ളത്, ഖുറൈശികളുടെ കപ്പാസിറ്റി എങ്ങനെയാണ്, ഖുറൈശികളുടെ ഒരുക്കമാനങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പിറ്റേ ദിവസം 2 സഹാബത്തിനെ അള്ളാൻ്റെ റസൂൽ വിടുകയാണ്. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ട സഹാബത്തത ഖുറൈശികളുടെ ഇടയിൽ വെള്ളം കോരുന്ന 2 ആളുകളെ ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ഇലാ ഹദറത്തി റസൂലില്ല, അള്ളാൻ്റെ റസൂലിൻ്റെ ഹദറത്തിൽ ഈ 2 ആളുകളെ പിടിച്ച് സഹാബത്ത് കൊണ്ടുവന്നപ്പോൾ ഹബീബായ നബി തങ്ങൾ അവരോട് ചോദിക്കുകയാണ്, എണ്ടും നേബിയുന്ന വീണ്ട് തീഹാമിന്ന് ഇഹ്റാജ ഉള്ളോരിൽ അഹ്വാഫറ്റേം ഖുറൈശികൾ ഏതെല്ലാം ഉണ്ട് ഹക്കോദിടുവീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഇവർ ഇങ്ങനെ എലികളെപ്പോലെ അങ്ങനെ വിറക്കുകയാണ്. ഉടനെ തന്നെ ഹബീബായ നിബിതങ്ങൾ, കാരുണ്യത്തിൻ്റെ കടലായ നിബിതങ്ങൾ അവരോട് ചോദിച്ചു, മക്കയിൽ നിന്നും ഖുറൈശികളിൽ നിന്നും പ്രമാണികൾ ആരൊക്കെയാണ് പോന്നിട്ടുള്ളത്, ശുജായികൾ ആരൊക്കെയാണ്? കാര്യങ്ങൾ എന്നോട് തിരക്കൂ, എന്നോട് അറിയിക്കൂ, എന്നാൽ ഞങ്ങളെ വെറുതെ വിടാം എന്ന് പറഞ്ഞു. ഈ സമയത്ത് ആ വെള്ളം കോരുന്ന 2 ആളുകൾ, ഖുറൈശികളുടെ ഇടയിൽ വെള്ളം കോരിയിരുന്ന 2 ആളുകൾ ഹബീബായ നിബിതങ്ങളോട് പറയാണ് ആരൊക്കെയാണ് മക്കത്തുനിന്ന് വന്നിക്കണത് എന്ന്. കണ്ടഞ്ചഹിൽ താമും കുണ്ടന്നൂമൈറും പിൻ കിബ്റനാം ജാബീറും അബ്ലുസൈറും ഇതുവടി കേമക്കാരായുള്ള നമക്കാര. അപ്പോൾ അവരിങ്ങനെ പേരെണ്ണി, അബൂജാഹില്, ഉസൈറ, അതുപോലെ തന്നെ ഉത്ബത്ത്, ശൈബത്ത്, അങ്ങനെ പല ആളുകളെ പേരുകളും അവരെണ്ണിപ്പറഞ്ഞു എന്ന് മാത്രമല്ല, ഏതായാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ കാര്യമായി ഒന്നും ചോദിക്കാതെ അവരെ വെറുതെ വിടുകയാണ്. ഇനി ഹബീബായ നബി തങ്ങൾ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് സഹാബത്തിനോട് പറയുകയാണ്, സഹാബ അമദർഫാലിൽ പേറ്റെ റമളാൻ 17 അരിമക്കീളം വെള്ളി ഇരവില്ലീശാം സമയമില്ലാത്താൻ്റെ തേത്തിയ ഡിത്താർ ഹൈമ ഹുമൈറത്ത് ബാർത്തുംപു ഫമിയും പാവിഴിച്ചുണ്ടാൽ കൂറി സാബരിൽ ഇറച്ചോരർ ഖുറൈശികൾ കൂനോടെ വീണിടും താരം ഹാദാ. യുദ്ധം നടക്കുന്നതിന് മുമ്പ് ഫലപ്രഖ്യാപനം നടത്തുകയാണ് ഹബീബായ നബി തങ്ങൾ. എന്തായിരുന്നു ഫലപ്രഖ്യാപനം എന്നറിയണ്ടേ? നാളെ ഉത്ബത്ത് ഇവിടെ വീഴും, നാളെ ശൈബത്ത് ഇവിടെ വീഴും, നാളെ വലീദ് ഇവിടെ വീഴും എന്ന് ഓരോരുത്തരും ചത്തു വീഴുന്ന സ്ഥലം ഹബീബായ നബി തങ്ങൾ സഹാബത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അമൃത കന്നീമോളി സമൃത പാറകയും അങ്കാര കൈ തൻ്റെ അങ്കുലത്താൽ പൂവനിയിൽ ആട്ടി മൂടി തുന്നി കാട്ടിനാരേ. അങ്ങനെ സഹാബത്ത് ബദറിൽ അഥവാ അഴ്ക്കനുക്ക് പർവ്വതത്തിൻ്റെ താഴ്ഭാഗത്ത് തമ്പടിച്ച് എല്ലാം റെഡിയായി ശരിയായി നിൽക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്നറിയണ്ടേ? അടുത്ത എപ്പിസോഡിൽ.